ഇന്നത്തെ വീഡിയോയിൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് തയ്യാറാക്കുന്നത്. നമ്മളിതിൽ നീലാമരിയോ അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളിൽ പോലും പെട്ടെന്ന് നര കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും. അലർജി പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ താരൻ, മുടി കൊഴിച്ചിൽ, പെട്ടെന്ന് കഷണ്ടി ആവുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ നേരിടുന്നതാണ്. എന്നാൽ ഈ ഒരു രീതിയിലുള്ള റെമഡി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ വളർന്നു വരുവാനും മുടി കംപ്ലീറ്റ് ആയിട്ട് കറുത്തു കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല, മുടിക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് നിറം നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. നമ്മൾ മുരിങ്ങയില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് മൂത്ത് പോയിട്ടുള്ള മുരിങ്ങയില നമ്മൾ എടുക്കരുത്. ഇതേപോലെ അധികം മൂക്കാത്ത ഇല വേണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളതിന് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് മുരിങ്ങയില. അതേപോലെ തന്നെ ഇത് എടുക്കുമ്പോൾ കുറച്ചധികം മുരിങ്ങയില എടുക്കണം. അതേപോലെ അത് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കേണ്ടതും. അതായത് ഇതിൽ ചെറിയ എട്ടുകാലുകളും അതേപോലെ തന്നെ മാറാലുകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. അതേപോലെ ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലുള്ള ആ വലിയ തണ്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. വലിയ തണ്ടുകൾ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ തണ്ടുകളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം. അതേപോലെ നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും കുറഞ്ഞു പോയാലും അല്ലെങ്കിൽ കുറച്ച് കൂടി പോയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തുളസിയിലയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, തുളസിയില നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. താരൻ പോകാനും മുടി കൊഴിച്ചിൽ മാറാനും എല്ലാം വളരെ നല്ലതാണിത്. പിന്നെ ചിലർക്ക് ഡൈ ചെയ്തിട്ട് അലർജി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. ജലദോഷം, നീരിറക്കം അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില എടുക്കുന്നത്. തുളസിയിലയ്ക്ക് പകരം നമുക്ക് പനിക്കൂർക്കയില എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി 7-8 എണ്ണം എടുത്താലും മതി. ഇതിൻ്റെ നീര് നമ്മുടെ നര പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതിൻ്റെ നീര് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയിലയാണ്. നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുടി വളർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിയില. അതേപോലെ തന്നെ അതിൻ്റെ പൂവും വളരെയധികം ഗുണങ്ങളുള്ളതാണ്. നമ്മൾ ഏത് ഇല എടുക്കുകയാണെങ്കിലും അതിൽ എട്ടുകാലുകളോ അല്ലെങ്കിൽ മറ്റ് മാറാലുകളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. ഇനി ചെമ്പരത്തിയില ഇല്ലാത്തവർക്ക് ചെമ്പരത്തിയുടെ പൊടി എടുക്കാവുന്നതാണ്. അതായത് ചെമ്പരത്തിയിലയുടെ പൊടി നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഇത് മുടി വളരാൻ വേണ്ടി മാത്രമല്ല, മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. മുരിങ്ങയില താളിയായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സവാള ചേർക്കുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അതാവുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ടും എളുപ്പമായിരിക്കും. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കഞ്ഞിവെള്ളമാണ്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ഇതിന് ചെറിയൊരു ചൂടുണ്ട്. ഈ ഒരു ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കാവുന്നതാണ്. അതായത് ഇതിലേക്ക് കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും മുടി വളരുവാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കുന്നവയാണ്.
അതോടൊപ്പം തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഡൈ കിട്ടേണ്ടതും. ഒരുപാട് ലൂസും ആവാനും പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് തിക്കാവാനും പാടില്ല. വല്ലാതെ ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മുടിയിൽ പിടിക്കാതെ ഒലിച്ചിറങ്ങും. അതേപോലെ ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിൽ ഈ ഒരു മിക്സിലേക്ക് എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാലും മതി. ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതായത് 12 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മളിപ്പോൾ രാവിലെയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നതെങ്കിൽ വൈകിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ രാത്രിയിലാണ് നമ്മൾ ഇതേപോലെ തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലും നമ്മൾ വൈകിട്ട്, അതായത് രാത്രിയിൽ ഇതേപോലെ തയ്യാറാക്കിയിട്ട് രാവിലെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നമുക്ക് നീരിറക്കം, ജലദോഷം അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ മിക്സ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇത് നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളിത് നരച്ച മുടിയുള്ള എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് ഷാമ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.